വിലായത്ത് ബുദ്ധ. ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നതിന് മുമ്പ് നമ്മൾ ഓർക്കേണ്ട ഒരു പേരുണ്ട്, ഡയറക്ടർ സച്ചി. അപ്പം ആൾ നമുക്കറിയാം, അയ്യപ്പനും കോശിയും പിന്നെ അനാർക്കലി, അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് തന്നിട്ടുള്ള നല്ലൊരു ഡയറക്ടറായിരുന്നു. അതിലുപരി നല്ലൊരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് എല്ലാവരും പറയാറുള്ളത്. അപ്പോൾ ആളിന്ന് ഇല്ല, ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സിനിമകൾ ഇനിയും നമുക്ക് തരാൻ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന, കേപ്പബിലിറ്റി ഉണ്ടായിരുന്ന ഒരു ഡയറക്ടറായിരുന്നു. നിർഭാഗ്യവശാൽ ആൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ആളുടെ ഡ്രീം പ്രൊജക്റ്റായിട്ടുണ്ടായിരുന്നൊരു സിനിമയാണ്, ആ ഒരു ലിസ്റ്റിലുണ്ടായിരുന്ന സിനിമയായിരുന്നു വിലായത്ത് ബുദ്ധ എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ആളുടെ മരണശേഷം ആളുടെ അസോസിയേറ്റ് ആയിട്ടുള്ള, ആളുടെ നിഴലായിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ജയൻ നമ്പ്യാർ ആണ് ഈ സിനിമ ഏറ്റെടുക്കുകയും പിന്നെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി അല്ലാതെയൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അപ്പം അങ്ങനെ അവസാനം ഫൈനലി ഈ സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ ട്രെയിലർ വന്ന സമയത്തായാൽ പോലും കണ്ടപ്പോഴും ഞാൻ അത്ര ഇമ്പ്രസ്ഡ് ആയിരുന്നില്ല ട്രെയിലർ വന്ന സമയത്ത്. അപ്പോൾ അതുപോലെ തന്നെയാണ് സത്യം പറഞ്ഞാൽ സിനിമയ്ക്ക് സംഭവിച്ചത്. സിനിമ ഇമ്പ്രസീവായിട്ട് ഫീൽ ചെയ്തില്ല, നിരാശയാണ് സത്യം പറഞ്ഞാൽ സമ്മാനിച്ചത്. അതായത് സച്ചിയുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഈ ഒരു സബ്ജക്റ്റ്, ഈ ഒരു സിനിമ, അപ്പം അത് സച്ചിയുടെ മരണം കാരണം വഴിമുട്ടി പോവുകയും ഇടയ്ക്ക് വെച്ച് നിന്ന് പോവുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് ഏറ്റെടുക്കുകയും അത് വെളിച്ചം കാണണമെന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. ആ ഒരു ഇൻറ്റൻഷൻ അത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ അതൊരു സിനിമയായിട്ട് നമ്മളെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ആ സച്ചിയുടെ കുറവ് നികത്തിയിട്ട്, സച്ചിയുടെ കുറവ് ഉണ്ടെങ്കിൽ പോലും നികത്തിയിട്ട് അതൊരു നല്ല ഔട്ടായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യത്തിലൊരു കോംപ്രമൈസ് ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ അവർ പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് സിനിമ കണ്ടു കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞ പോലെ ട്രെയിലർ സത്യം പറഞ്ഞാൽ അത്ര ഇമ്പ്രസീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഈ സിനിമ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഒരു പേരാണ് GR ഇന്ദുഗോപൻ എന്ന് പറഞ്ഞത്. അപ്പം ആളുടെ കഥയാണ് എന്നുള്ളതാണ് ഈ സിനിമ കാണാൻ പ്രേരിപ്പിച്ച ഒരേ ഒരു ഘടകം ആയിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പം റീസെൻ്റ്ലി പൊന്മാൻ ബ്രില്യൻ പടമായിരുന്നു. അപ്പോൾ അതും GR ഇന്ദുഗോപൻ്റെ കഥയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ വരുന്ന സമയത്ത് അതായിരുന്നു ആകണ്ടായിരുന്ന പ്രതീക്ഷ. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നത് ഒരു കഥ എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാലും ഒരു സിനിമ എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാലും ഒരു എന്താ പറയുക, ഡിസപ്പോയിൻമെൻറ്റ് തന്നെയാണ് ആസ് എ ഹോൾ ഈ ഒരു പരിപാടി തന്നത്. ഞാനൊരു ചെറിയ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കോൺഫ്ലിക്റ്റ്. അപ്പം ഒരു കോൺഫ്ലിക്റ്റ് അതിപ്പോൾ സിനിമയിലാവുന്ന സമയത്ത്, ഉണ്ടാവുന്ന സമയത്ത് ആ കോൺഫ്ലിക്റ്റിന് അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിന് വളരെ ഈസിലി അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്ന സൊല്യൂഷൻസ് അപ്പുറത്തും ഇപ്പുറത്തും നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു കോൺഫ്ലിക്റ്റിനെ പെരുപ്പിച്ച് കാണിക്കാനും അതിന് ഓവർ റിയാക്ട് ചെയ്യുന്ന, ഓവർ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കാനും ശ്രമിക്കുന്ന സമയത്ത് അത് വർക്കാവില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം. ഈ സിനിമയ്ക്കും സംഭവിച്ചത് അത് തന്നെയാണ്. അങ്ങനെ സിനിമയിലേക്ക് വന്ന സമയത്ത് ഇപ്പം സച്ചി സിനിമകൾ, മറ്റു സിനിമകൾ ഇപ്പം അയ്യപ്പനും കോശി, അനാർക്കലിയും ഒക്കെ പോലെ തന്നെ ഈഗോ ആണ് മെയിൻ സബ്ജക്റ്റ്, പ്രധാന പ്രമേയമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ അയ്യപ്പനും കോശിയിലൊക്കെ രണ്ടുപേരുടെ ഈഗോ ക്ലാഷ് ആയിരുന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചധികം ആളുകളുടെ ഈഗോ വന്നു പോകുന്നുണ്ട് ഈ സിനിമയുടെ അകത്ത്. അങ്ങനെ കഥയുടെ ഒരു സ്ഥലം അല്ലെങ്കിൽ കഥ നടക്കുന്നത് മറയൂരാണ്. അപ്പോൾ അവിടെയുള്ള ആ ഒരു സെറ്റിങ്, എന്താ പറയുക, ആ ഒരു ഹിൽ ഏരിയ, ആ ഒരു പരിപാടികൾ, അവിടുത്തെ ആളുകളുടെ ലൈഫ് സ്റ്റൈല്, പിന്നെ ട്രൈബൽ ഗ്രൂപ്പ് ആളുകൾ, അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, പോലീസുകാർ, പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അവിടുത്തെ രാഷ്ട്രീയം, കാര്യങ്ങളൊക്കെയാണ് കഥയുടെ ഒരു ടോട്ടൽ പശ്ചാത്തലമായിട്ട് കിടക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മുടെ രാജേട്ടൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് ഡബിൾ മോഹൻ. നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടു, ഡബിൾ മോഹനൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അപ്പോൾ ആൾക്ക് വേറെ 1-2 വിളിപ്പേരുകളും കൂടെ ഉണ്ട്. ചിന്ന വീരപ്പൻ, സാൻഡിൽ വീരപ്പൻ, സാൻഡിൽ മോഹനൻ, സാൻഡിൽ വീരപ്പനല്ല. അപ്പോൾ അതൊക്കെയാണ് ആളുടെ വിളിപ്പേര്. അപ്പം ആ ഒരു ക്യാരക്ടറിലേക്ക് രാജേട്ടൻ വന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടുവയിലുള്ള രാജേട്ടനെ കുറച്ച് കരി അടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് നിർത്തിയിട്ട് ബാക്കി ചെയ്തോ, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ, അതിലുണ്ടായിരുന്ന രാജേട്ടൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് പെർഫോമൻസ് വൈസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തത്. അതേ പരിപാടി, അതേ അതിഭാവകത്വം നിറഞ്ഞ ഡയലോഗുകൾ, ഡ്രാമാറ്റിക് ആയിട്ടുള്ള പരിപാടികൾ, ഒട്ടും എന്താ പറയുക കൺവിൻസിങ് അല്ലാത്ത, ചുമ്മാ മസിൽ പിടിച്ച് എന്താ പറയുക, അങ്ങനത്തെ ഒരു മൊത്തത്തിലുള്ളൊരു അലന്ന പരിപാടിയായിട്ടാണ് പെർഫോമൻസ് ഫീൽ ചെയ്തത്. പെർഫോമൻസ് കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഇപ്പം പിന്നെ പറയാനുള്ളത് ഷമീ തിലകൻ്റെ പെർഫോമൻസിൻ്റെ കാര്യമാണ്. അപ്പം ടി ഭാസ്കരൻ, തൂവെള്ള ഭാസ്കരൻ അല്ലെങ്കിൽ തീട്ട ഭാസ്കരൻ എന്ന ക്യാരക്ടറായിട്ടാണ് ഷമീ തിലകൻ വന്നിട്ടുള്ളത്. ആളുടെ പെർഫോമൻസ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു സിനിമയുടെ അകത്തേക്ക് വന്ന സമയത്ത് ആ ഒരു ക്യാരക്ടറുമായിട്ടും ഒരു രീതിയിലും ആളുടെയും ഒരു
ഇഷ്യൂ എന്താണ്, ഈഗോ എന്താണ്, അല്ലെങ്കിൽ അതിനുള്ളൊരു സ്പേസ് ഈ സിനിമയുടെ അകത്ത് എനിക്ക് ഫീൽ ചെയ്തില്ല. എങ്ങനെയാണ് അത് നമുക്ക് കൺവേ ചെയ്ത് കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ തന്നെ ആ ഒരു രീതിയിൽ തന്നെ പറയാം. അപ്പോൾ അതാണ് ഷമ്മി തിലകൻ്റെ, ആൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ആളുടെ കരിയർ എന്താ പറയുക ബാക്കിയുള്ള സിനിമകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്തും കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് തന്നെയാണ് ആളതിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷേ ഈ സിനിമയുടെ അകത്തായി പോയതുകൊണ്ട് അതൊരു വളരെ ലോ ആയിട്ട് ഫീൽ ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നായികയായിട്ട് വന്നിട്ടുള്ളത് പ്രിയമദാകൃഷ്ണനാണ്. അപ്പം ആളും ഈ പറഞ്ഞ പോലെ എന്താ പറയുക ബോൾഡ് ലേഡി ആണ് പരിപാടി. അതാണ് പരിപാടി. പ്രതികരിക്കുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന, മാറി നിൽക്കാത്ത, പുരുഷൻ്റെ എന്താ പറയുക തണലിൽ ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കാത്ത. അതിൽ സിനിമയിൽ നമ്മൾ ട്രെയിലറിൽ തന്നെ കണ്ടു എന്താണ്, എനിക്ക് ഡബിൾ മോഹനൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാനാണ് ആഗ്രഹം എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു. ആ ക്യാരക്ടറിനും വന്ന ബോൾഡ്നെസ്സും ആ ഒരു ചങ്കൂറ്റവും കാര്യങ്ങളൊക്കെ ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. എന്താ പറയുക, ഇത് രാജേട്ടൻ്റെ കേസിലുള്ള ആ പെർഫോമൻസിലും ഇത് തന്നെയാണ് ഫീൽ ചെയ്യുന്ന കാര്യം. ഇവരുടെ ഹോൾ സിനിമയുടെ അകത്ത് എല്ലാവരുടെയും പെർഫോമൻസിൻ്റെ കേസിലും വന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തത് ഇതാണ്. ഒരു ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുക. അവർ ഇത് ആ ഒരു സിനിമയ്ക്ക് എന്താ പറയുക, അല്ലെങ്കിൽ ആ ഒരു കഥയ്ക്ക് ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇത് ഇത്രയും ഡ്രമാറ്റിക് ആയിട്ട് ഇവരൊക്കെ ബിഹേവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് സംഭവിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സിനിമയുടെ ഹോൾ കേസ് എടുക്കുന്ന സമയത്ത് അതിഭാവുകത്വം ഇങ്ങനെ തുളുമ്പി നിന്ന് അതിങ്ങനെ തള്ളി നിൽക്കുകയാണ്. അതായത് ഒരു നാടകം ഒക്കെ കാണുന്ന ഒരു ഫീല്, ഭയങ്കര ലൗഡായിട്ട് പല സ്ഥലങ്ങളിലും പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ലൗഡാവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്തോ ഒട്ടും കൺവിൻസിങ് ആയിരുന്നില്ല പെർഫോമൻസിയുടെ കേസും ഹോൾ സിനിമയുടെ കാര്യം തന്നെ. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, തുടക്കം മുതലേ ഈ ഒരു സിനിമയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ താഴോട്ടാണ്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ആവുന്ന സമയമായപ്പോഴേക്കും വലിയൊരു കൊക്കയിലോട്ട് എടുത്ത് ചാടുന്ന പോലെ ഒരു ഫീലാണ് വന്നത്. പിന്നെ ഒന്നാമത് ഈ ഒരു സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മണിക്കൂറുണ്ട്. അപ്പോൾ 3 മണിക്കൂർ ഇത്രയും ഓവർ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള ഡ്രാമ നമ്മൾ കണ്ടാസ്വദിക്കാത്ത ആളുകളൊന്നുമല്ല. പക്ഷെ ഈ ഒരു സിനിമയ്ക്ക് ചേരാത്ത ഡ്രാമ കൊണ്ടുവന്ന് അത് ഇത്രയും സമയം കണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ടോർച്ചർ തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്ത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്ലൈമാക്സിലേക്കൊക്കെ ആയപ്പോഴേക്കും സിനിമയുടെ ഗ്രാഫ് ഭയങ്കരമായിട്ട് ലോ ആയി, അത്രയും താഴെ പോയി എന്നുള്ളതാണ് തോന്നിയത്. പിന്നെ ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഒന്ന് രാജശ്രീ, നമ്മുടെ പഴയ മേഘസന്ദേശത്തിലെ റോസി പുള്ളിക്കാരിയുണ്ട്. ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ വീണ്ടും എന്താ പറയുക ഡ്രാമാറ്റിക് ആക്കി ആ ക്യാരക്ടറിന് ആവശ്യമില്ലാത്തൊരു പരിപാടി കൊടുത്തു എന്നുള്ള ഫീലാണ് വന്നത്. അപ്പോൾ അതും ഇമ്പ്രസീവായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ പറയാനുള്ളത് പ്രമോദ് വെളിനാടിൻ്റെ കാര്യമാണ്. ആളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഒരു ഏതെങ്കിലും ഒരു രീതിയിൽ ഈ സിനിമ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പുള്ളിയുടെ ക്യാരക്ടർ സ്ക്രീനിലേക്ക് വരുന്ന സമയത്ത് പുള്ളിയുടെ ഡയലോഗ്സിലും കൂടെയാണ്. പുള്ളിയാണ് സത്യം പറഞ്ഞാൽ അതിലൊരു ഹ്യൂമർ സൈഡ് കൊടുത്ത് കുറച്ചെങ്കിലും ആ ഒരു സൈഡെങ്കിലും കൊണ്ടുപോയി പുള്ളി അത് ഷോൾഡർ ചെയ്ത് നമ്മൾ പല സമയത്തും ചോദിക്കാനും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പുള്ളി ഇതിൻ്റെ അകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയ്ക്ക് കുറച്ചെങ്കിലും ഒരു ലൈഫ് കൊടുത്തത് ആളുടെ ക്യാരക്ടറാണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ വിനുമോഹൻ്റെ അനിയൻ അനുമോഹൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, സിനിമ ഇങ്ങനെ ആയിപ്പോയത് കൊണ്ട് ലോ ആയിപ്പോയി ആ ക്യാരക്ടറും. പിന്നെ ഒരു മജിസ്ട്രേറ്റിൻ്റെ ക്യാരക്ടറിൽ നമ്മുടെ സുരാജേട്ടൻ വന്നിട്ടുണ്ട്. എന്തിനാണ് ആ ക്യാരക്ടർ വന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. എന്തായിരുന്നു ആ ക്യാരക്ടറിൻ്റെ ഒരു ആവശ്യകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കൈമലർത്തി കാണിക്കില്ലാതെ സിനിമ കണ്ട രീതിക്ക് എനിക്കൊന്നും പറയാനില്ല. രാജുവേട്ടനൊരു ചലഞ്ച് കൊടുക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ഡബിൾ മോഹൻ ഒരു ചലഞ്ച് കൊടുത്ത്. അപ്പോൾ ആ ഡബിൾ മോഹൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ റേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം മേ ബി ആ ക്യാരക്ടറിനെ കൊണ്ടുവന്ന്. സത്യം പറഞ്ഞാൽ ആ ക്യാരക്ടറിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് തോന്നിയത്. പിന്നെ TJ അരുണാചലം ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് പരിചയമുള്ള കുറച്ച് മുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സംഭവിച്ചത് ഇത് തന്നെയാണ്. ആ ഒരു ഓവർ ഡ്രമാറ്റിക് പരിപാടി പിടിച്ചിട്ട് ഇത് സ്ക്രീനിലേക്ക് വരുന്ന സമയത്ത് തലയിൽ കൈവച്ച് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് സത്യം പറഞ്ഞാൽ എന്താണ് ദൈവമേ ഇവർ കാണിക്കുന്നത്, എന്തിനാണ് ഇത് ഇത്രയും ഇങ്ങനെ അഭിനയിച്ച് മരിക്കുന്നത് എന്തിനാ എന്ന് ചോദിക്കുന്ന തരത്തിലേക്കുള്ള പെർഫോമൻസുകളാണ് അവരുടെ സൈഡിൽ നിന്നൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് എന്താ പറയുക സിനിമ ഒട്ടും ഇമ്പ്രസീവായിട്ട് ഫീൽ ചെയ്തില്ല എന്ന് പറയാനുള്ളൊരു കാരണം. പിന്നെ ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക പെർഫോമൻസുകളൊക്കെ ഇത്രയും ഓവർ ഡ്രമാറ്റിക് ആയിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള സൈഡിലേക്കും പോകുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ഒരു ലാഞ്ചന എന്തായാലും അതിലും വന്നിട്ടുണ്ടാവും. പ്രധാനമായിട്ട് പറയാനുള്ളത് ജെയ്ക്സ് ബിജോയുടെ കാര്യമാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ആളാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇത്രയും ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ചെങ്ങായിനെ ഇപ്പോൾ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം
ലോക ആളാണ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ച റിലീസായ കാന്ത ജെക്സ് ബിജോയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ അത്രയും ബ്രില്യൻ്റ് ആയിട്ട് അത്രയും കിടിലം പരിപാടി ചെയ്തു വെച്ചൊരു മനുഷ്യൻ ഈ സിനിമയിലേക്ക് വന്ന സമയത്ത് ഇങ്ങനെ എന്താണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കുന്ന തരത്തിലേക്കാണ് സ്കോറും പാട്ടുകളും ആൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അതായത് എന്തിനാണ് ഈ കാട് മല എന്നൊക്കെ പറയുമ്പോഴേക്ക് ആ ഒരു എന്താ പറയുക സ്ഥിരം സൗണ്ടിങ്ങുകൾ, സ്ഥിരം ഇൻസ്ട്രുമെൻറ്റുകൾ ഇതൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തുകൂടെ എന്നുള്ളൊരു സാധനമാണ് സത്യം പറഞ്ഞാൽ തോന്നിയത്. ഇതിലേക്ക് റിപ്പിറ്റേഷൻ ആണ് സെയിം സാധനങ്ങൾ. ഇപ്പം അയ്യപ്പനും കോശിയിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ആ ഒരു ട്രാക്കുകളും അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും അതിൻ്റെയൊക്കെ ഒരു റിപ്പിറ്റേഷൻ, അതിൻ്റെയൊക്കെ ഒരു എക്സ്റ്റൻഷൻ പോലെ ഇതിലേക്ക് വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആളുടെ റീസെൻറ്റ് ഫിലിമോഗ്രാഫിയിൽ പരിപാടികളിൽ ഏറ്റവും മോശം വർക്കായിട്ട് ആണ് വിലായത്ത് ബുദ്ധയിലെ വർക്ക് ഫീൽ ചെയ്തത്. ഒട്ടും ഇമ്പ്രസീവ് ആയിരുന്നില്ല. വളരെ മോശം ബാക്ക്ഗ്രൗണ്ട് സ്കോറും പരിപാടികളാണ് വന്നിട്ടുള്ളത്. പിന്നെ സോങ്സിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. എന്തിനാണ് പാട്ട് എന്നുള്ള, അതായത് ഇത്രയും ഡ്യൂറേഷൻ ഉള്ള ഒരു സിനിമേൻ്റെ അകത്ത് എന്താ ചെയ്യുക, ഒരു നോർമൽ പരിപാടിയാണെന്നുണ്ടെങ്കിൽ ആ ഡ്യൂറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത എന്തെങ്കിലും സാധനങ്ങൾ ഇപ്പം പാട്ടൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അത് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതിലൊരു എന്താ പറയുക, രാജേട്ടൻ്റെയും പ്രേമതയുടെയും ഒരു റൊമാൻറ്റിക് സോങ് ആണ്. എന്തിനാണ് ആ പാട്ട് എന്നുള്ളത്, ആ പാട്ടേ ഒട്ടും ഇമ്പ്രസീവ് അല്ല. അത് തീരെ വർക്കായിട്ടില്ല, ആ പാട്ടേ വർക്കായിട്ടില്ല. മൂത്രപ്പാട്ട് എന്നൊക്കെ കോക്ക് പറയുന്ന പോലെ ആളുകൾ ആ പാട്ട് വന്ന സമയത്ത് ആളുകൾ പുറത്തേക്ക് ഇറങ്ങി പോകണുണ്ടായത്. പാട്ട് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ആ സിനിമയ്ക്ക് ആവശ്യമേ ഇല്ലാത്തൊരു പാട്ട്, അത് അത്രയും അവസ്ഥ പിടിച്ചൊരു പാട്ട് വന്നു. ആ പാട്ട് മാത്രമല്ല, വേറെയും 1-2 പാട്ടുകളൊക്കെ ഉണ്ട്. അതും ഒട്ടും ആ ഒരു സിനിമയ്ക്ക് ചേരുന്ന, അതായത് ഇപ്പോൾ ഞാൻ പറയാൻ കാരണം, സ്കോറിങ്ങിൻ്റെ കേസ് പറയാൻ കാരണം ഇപ്പോൾ ഡബിൾ മോഹൻ ആയിട്ട് രാജുവേട്ടൻ വരികയാണ്. അപ്പോൾ എന്തെങ്കിലും സിഗ്നേച്ചർ ഒരു പരിപാടി നമ്മൾ സിനിമ കണ്ടിറങ്ങുന്ന സമയത്ത് നമ്മുടെ തലയിൽ രജിസ്റ്റർ ആയിട്ടുള്ള, നമ്മുടെ തലയിൽ മണ്ടയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു സാധനം ജെക്സ് ബിജോയെ ചെയ്യാറിയാത്ത ആളല്ലല്ലോ. ലോകയിൽ നമ്മൾ കണ്ടല്ലോ, നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മൾ ഇന്നും നമ്മുടെ തലയിൽ ഉണ്ട്. അപ്പോൾ അത് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ആളുടെ അടുത്ത് നിന്ന് ഇത്രയും എന്താ പറയുക ലോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല. പിന്നെ ബാക്കി ടെക്നിക്കൽ സൈഡുകൾ, ഇപ്പോൾ ക്യാമറ, എഡിറ്റിങ്, സൗണ്ട് മിക്സിങ്, സൗണ്ട് ഡിസൈനിങ് പരിപാടികൾ, ഇതൊക്കെ ജസ്റ്റ് ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് പരിപാടികൾ മാത്രമായിട്ടാണ് ഫീൽ ചെയ്തത്. ഒന്നും ഒട്ടും ഇമ്പ്രസീവായിട്ടൊരു സാധനങ്ങളും ഫീൽ ചെയ്തില്ല. ആ മറയൂരിൻ്റെ ആ ഒരു സെറ്റിങ്ങും പരിപാടികളൊക്കെ അവർ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അതൊന്നും ഔട്ട്പുട്ടിൽ വന്നതായിട്ട് ഫീൽ ചെയ്തില്ല. നമുക്ക് കാണുന്ന സമയത്ത് ഇതൊന്നും ആ ഒരു സെറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ആ ഒരു ഫ്രെയിമിങ്ങിലും പരിപാടികളിലൊന്നും കിട്ടിയില്ല. ക്യാമറയുടെ കേസാണ് പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ പോലെ സൗണ്ടിങ് ആയാലും പരിപാടികളായാലും. പിന്നെ എടുത്തു പറയേണ്ട കേസ് ടെക്നിക്കലിൽ VFX-ൻ്റെ കാര്യമാണ്. എൻ്റെ ദൈവമേ, VFX എന്ന് പറഞ്ഞാൽ മെയിൻ സ്ട്രീം, ഈ റീസെൻ്റ്ലി ഇറങ്ങിയ മെയിൻ സ്ട്രീം മലയാള സിനിമകളിൽ ഇത്രയും മോശം VFX വർക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എനിക്കറിയില്ല, കഥയിലുള്ള അതുപോലെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അത് ഭീകരമായിട്ട് പാളിപ്പോയി. VFX വർക്ക് ഭയങ്കര മോശമായിട്ടാണ് ഫീൽ ചെയ്തത്. കുറച്ച് മലകളും പൂമ്പാച്ചകളും പരിപാടികളൊക്കെ വന്ന് ചെയ്തു പോയിട്ടുണ്ട്. അതിങ്ങനെ വേറെ മുഴച്ച് നിൽക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ സിനിമയുടെ അകത്ത് ഈ പറഞ്ഞ പോലെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ മുഴച്ച് നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ VFX-ഉം കൂടെ മുഴച്ച് നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളം പറഞ്ഞു തരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതാണ് VFX-ൻ്റെ കേസ്. അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക, ഒരു അലന്ന അവസ്ഥയാണ് ഹോൾ സിനിമയുടെ ഒരു സത്തായിട്ട് കിട്ടിയത്. അപ്പോൾ അതൊക്കെയാണ് ഈ സിനിമ കണ്ട എക്സ്പീരിയൻസ്. പിന്നെ പറയാൻ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻസർ ബോർഡിൻ്റെ ഒരു ചെറിയ വികൃതിയായിട്ട് ഫീൽ ചെയ്ത സംഗതി. ഈ സിനിമയിൽ സത്യം പറയാം, രാജേട്ടൻ്റെ ഫസ്റ്റ് ഡയലോഗ് തന്നെ കഴിവറ മോളെ എന്നുള്ള ഡയലോഗാണ്. പിന്നെ ടുവേർഡ്സ് ക്ലൈമാക്സ് അവസാനത്തോട്ട് ആള് വിളിക്കുന്ന 2 സാധനങ്ങളുണ്ട്. അപ്പം അതിൽ ഒന്ന് പൊലയാടി മോളെ എന്നുള്ളതും പിന്നെ രണ്ടാമത്തെ കഴിവറ മോളെ എന്നുള്ളതുമാണ്. അപ്പോൾ ഈ പൊലയാടി മോളെ എന്നുള്ളത് മ്യൂട്ട് ചെയ്യുകയും കഴിവറ മോളെ എന്നുള്ളത് മ്യൂട്ട് ചെയ്യാണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് അതിലുള്ളൊരു മാനദണ്ഡം എന്താണെന്നുള്ളത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇത് മ്യൂട്ട് ചെയ്യുകയും ഇത് മ്യൂട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ കൊള്ളായിരുന്നു. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ വിലായത്ത് ബുദ്ധ. മൊത്തത്തിലൊരു ഓവർ ഡ്രമാറ്റിക് പരിപാടി, മൊത്തത്തിലൊരു നാടകം, ഒരു വൻ നാടകം കണ്ട ഫീലാണ് ഉണ്ടായത്. അപ്പോൾ അത്രേ പറയാനുള്ളൂ. ബൈ.